ഹായ്, ഒട്ടും കട്ട പിടിക്കാത്ത ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. മിക്കവാറും ഉള്ളവരുടെ പ്രശ്നമാണ് ഉപ്പുമാവ് ഉണ്ടാകുമ്പോൾ അതിങ്ങനെ വെള്ളം കൂടി പോവുകയും കട്ടയായിട്ട് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരു ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് റവയൊന്ന് വറുത്തെടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റഡ് റവയാണ്, എങ്കിലും ഞാനത് ഒന്നുകൂടി വറുത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴാണ് നമ്മുടെ ഉപ്പുമാവ് നമുക്ക് കട്ട പിടിക്കാതെ കിട്ടുന്നത്. ഇത് കുറച്ചുകൂടി ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണേ. അതിനുശേഷം ആ റവ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ ചീനച്ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റും കൂടി തരും. അത് ഉരുകി വരുമ്പോൾ നമ്മളതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നു. അതിനുശേഷം ഒരു ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതിങ്ങനെ വലുതായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ്. അതിനുശേഷം ചെറിയൊരു സവാളയും കറിവേപ്പിലയും ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ റവ എടുത്ത അതേ പാത്രത്തിൻ്റെ അളവിൽ ഒരല്പം കൂടി കൂടിയാലും കുഴപ്പമില്ല, വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവ് എത്ര കൂടിയാലും അത് കൂടുതൽ ടേസ്റ്റിയാണ്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിൻ്റെ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന റവയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെള്ളം എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ആവി കയറുന്നതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇടയ്ക്ക് ഇതിൻ്റെ മൂടി വെച്ചിരിക്കുന്നത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതേപോലെ വീണ്ടും വെച്ച് ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് ഒന്ന് ആവി കയറ്റിയെടുക്കണേ. ഒന്ന് കണ്ടോ, നന്നായിട്ട് ഇപ്പം നമുക്കൊരു കട്ട പിടിച്ച പോലെ തോന്നും, പക്ഷേ ഇത് നല്ല വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് നല്ല പൊടിയായിട്ട് കിടക്കും. ഇതിൻ്റെ അകത്തൊട്ടും കട്ടയായിട്ട് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളിങ്ങനെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലോ ഒരു കട്ട പോലെ, അത് എടുത്ത് കഴിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.